ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇന്നത്തെ ഡേറ്റ് 26 ജൂലൈ 2026 ഞായറാഴ്ച. അതെ. അപ്പൊ ഇന്ന് രാവിലെ നമ്മളിപ്പോ മഡ്ഗോണിൽ നേരെ കുളം വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയാണ് ദൂദ്സാഗർ ട്രെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഏജന്റിനെ നമ്മൾ കോൺടാക്ട് ചെയ്തു. നമുക്ക് 850 രൂപയാണ് ആയത്, ഗൈഡ് പ്ലസ് എൻട്രി ഫീസ്. അതിന്റെ കൂടെ 150 രൂപയുടെ ലഞ്ച് ഉണ്ട്. അപ്പൊ ലഞ്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. വെജിറ്റേറിയൻ ബിരിയാണി വേണമെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി. നമ്മളൊന്നും നോക്കിയില്ല, 3 ചിക്കൻ ബിരിയാണി പറഞ്ഞു. അപ്പൊ നമ്മള് 6:30 നമ്മള് നമ്മുടെ സ്റ്റേ ചെയ്ത മഡ്ഗോണിന്റെ ഡോർമെട്രിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ നമ്മൾ വഴി വെച്ച് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അപ്പൊ നേരെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 39 കിലോമീറ്റർ കുളം വില്ലേജിലേക്ക്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് പറഞ്ഞത്. അവിടെ നമ്മള് കുളം എന്നും പറയാം, കുളം എന്നും പറയാം, കുളയം. ഓക്കെ, എങ്ങനെയുണ്ട് ചായയുടെ റിവ്യൂ പറയും? ചായ ഇവിടുത്തെ ജനറലി കിട്ടുന്ന ചായ വെച്ച് നോക്കുമ്പോൾ ആണോ? ഇതിന് എത്ര രൂപയാ? ഇതിന് 10 രൂപ ഉള്ളല്ലേ? ആ, ക്വാണ്ടിറ്റി ഉണ്ട്. ഇത്രയും വലിയ ഗ്ലാസ്. നമ്മൾ ഇന്നലെ 30 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ചായ വേണ്ടി ഒരു പേപ്പർ കപ്പിലാണ് കിട്ടിയത്. അതെ, ഇത് കുറച്ചുകൂടെ നല്ലതല്ലേ? ഇത് സാധാ ചായ, ഇതല്ലാതെ മെനുവിന് സ്പെഷ്യൽ ടീയും കൂടെ ഉണ്ട് കേട്ടോ. മെനു 25 രൂപയുടെ സ്പെഷ്യൽ ടീ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടല്. കാണാമല്ലോ. വെള്ളം കയറി. അയ്യോ, ഈ സ്ഥലമാണ് കൂട്ടുകാരെ കൂടാച്ചാട്. അതെ, ജംഗ്ഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമുക്ക് സ്ട്രൈറ്റ് അല്ല പോകണ്ട. നമുക്ക് സ്ട്രൈറ്റ് ആണ് ഇവിടുന്ന് പോകേണ്ടത് കൂടച്ചാടമീന്ന്. ഗൈസ്, ഇപ്പൊ സമയം 7:22 അപ്പൊ ഞാൻ എന്റെ ഡ്രൈവർ സീറ്റ് കൈമാറി ശരിയായിട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ പിന്നിലായിട്ടിരിക്കുന്നത് ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. വിഷ്ണു കാണില്ല. അപ്പൊ ഇനി 16 കിലോമീറ്റർ ഉണ്ട് കുളം വില്ലയിലേക്ക്. ലാസ്റ്റ് പമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു 100 രൂപ കൂടെ അടിച്ചേക്കാന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ 2 വണ്ടി. ഒരു ആക്റ്റീവ ബ്ലൂവും പിന്നെ ഇതും ആക്റ്റീവയാന്ന് തോന്നുന്നു, ബ്ലാക്ക്. അതെ, ഇതും ആക്റ്റീവ 6G+. അപ്പോൾ ഒരു 100 രൂപയ്ക്ക് കൂടെ എണ്ണ അടിക്കുകയാണ്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നമുക്ക് നേരെ വിടാം. ഇനി 16 കിലോമീറ്റർ ഉണ്ട്. 8 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ മാപ്പ് പ്രകാരം നമ്മളൊരു 8 ആവും. 8 മിനിറ്റ് ലൈറ്റ് ആയി, കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നത്. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എല്ലാം ചെയ്യാറുണ്ട്. ഞാൻ വഴി കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ. അതെ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള കേരളത്തിലുള്ള ചില റൂട്ടുകളൊക്കെ പോലെ ഉണ്ട്. നമ്മുടെ തൃശ്ശൂർ ബീച്ചിക്കടുത്തുള്ള KFR കൂടെ പോകുന്ന പോലെ തോന്നുന്നു. KFR കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നല്ല പച്ചപ്പ് ഹരിതാപം നിറഞ്ഞ ഒരു വഴി. പിന്നെ വലിയ തിരക്കൊന്നുമില്ല, അതാണ് മെയിൻ പ്രത്യേകത. രാവിലെ ആയിട്ടാണ് ഈ ഫോറസ്റ്റ് റൂട്ടിനെയാണോ അറിയില്ല. വീടിനടുത്തുള്ള പ്ലാച്ചേരി വണ്ടി കൂടെ പോകുന്ന പോലെ ഉണ്ട്. അതെ, കണ്ടോ? ഇനി 14 കിലോമീറ്റർ നമുക്ക് യാത്രയാവുണ്ട്. 8:10 ആകുമ്പോഴാണ് നമ്മുടെ അറൈവൽ ടൈം. 8 മണിക്ക് എത്തണമെന്നാണ് നമ്മുടെ അണ്ണൻ പറഞ്ഞത്. കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് കേരളം. വീണ്ടും വിജനമായ ഒരു റോഡ് കേട്ടോ. അങ്ങോട്ടും ആരും ഇല്ല, ഇങ്ങോട്ടും ആരും. അതേ ആരോ വരുന്നുണ്ട്. അത് പോകണം. ദൂരെ ഒരു വണ്ടി കാണാം. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഫോറസ്റ്റ് പാത. നമ്മൾ വെച്ചുച്ചിറക്കടുത്തുള്ള കനകപാലം ഫോറസ്റ്റിന്റെ അടുത്തൂടെ പോകുന്ന ഒരു ഫീല്. കനകപ്പാലം. നമ്മുടെ എറണാകുളത്തുള്ള ആ ട്രാഫിക്കും ആ ഹോണടിയും അതിനകത്തു നിന്നെല്ലാം മാറി ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, എന്റെ സാർ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഭയങ്കര കാറ്റ്. ഈ കാട്ടിനിടയ്ക്കായോണ്ട് ഇടയ്ക്ക് നെറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പൊ മാപ്പ് വെക്കാൻ നിർവാഹമില്ലായിരുന്നു. പക്ഷെ ബാക്കി വെച്ചാൽ ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ട്. 4.9 കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്ക് കുളത്തിലെത്താൻ. ഇവർ നമ്മളെ ചേസ് ചെയ്ത് പോകുന്നു, അല്ല ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ഗൈസ്, നമ്മളെത്താറായി. നമ്മൾ 600 മീറ്റർ കൂടെ ഉള്ളു. 2 മിനിറ്റുള്ള നമ്മളെത്തും. നമ്മൾ ഓൾറെഡി കുളത്തിലെത്തി. ഇനി നമുക്ക് പിക്കപ്പ് പോയിന്റ് പറയുന്നത് ദുർഗ റെസ്റ്റോറന്റ് ആണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നേരെ ചെന്നിട്ട് ലെഫ്റ്റ് കേട്ടോ. ഗൈസ്, ഇതാണ് കൊല്ലം ഗ്രാമം. എന്ത് രാജു ചേട്ടാ? രാജു ഭയ്യ. ദുർഗ എവിടെയാണ് ദുർഗ? എന്ത് രാജു ഭയ്യ? ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത 3 ചിക്കൻ ബിരിയാണിയുടെ പാഴ്സൽ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പം ഇതാണ് കൊളം ഗ്രാമത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ്.
നമ്മുടെ ബിരിയാണി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗൈഡ്